Hi friends, welcome back to our channel. ഏറ്റവും എളുപ്പത്തിൽ ആർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ആന്തൂറിയം ചെടികളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇൻഡോറിലൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന മിനിയേച്ചർ ആന്തൂര്യത്തെയും കൂടെ നമുക്ക് കാണാം. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻഡോറിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചെടിയാണ് ആന്തൂറിയം. അപ്പോഴും നമ്മുടെ ഈ ചെടിക്ക് അത്യാവശ്യം വെയിൽ കിട്ടണമെന്നേ ഉള്ളൂ. വെയിൽ കിട്ടുന്ന അനുസരിച്ചായിരിക്കും ഇതിനകത്ത് പൂക്കളുണ്ടാവുന്നത്. ബാൽക്കണി അല്ലെങ്കിൽ വിൻഡോ സൈഡാണ് നമ്മുടെ ഈ ചെടിക്ക് കൂടുതൽ ഇഷ്ടം. ഈർപ്പം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ചകിരിച്ചോറാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ. ഈർപ്പം നിലനിർത്തുന്ന ചകിരിച്ചോറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഈ ചെടിക്ക് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ ഒരു 7-8 ആഴ്ച വരെയും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇൻഡോർ ചെടികളുടെ തുടക്കക്കാർക്ക് ഒട്ടും തന്നെ കെയർ കൊടുക്കാതെ വളർത്താൻ പറ്റുന്ന ചെടി തന്നെയാണിത്. മറ്റുള്ള ചെടികളെ പോലെ 1-2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇലകൾ വാടുന്ന പ്രശ്നമൊന്നും ഈ ചെടിക്ക് ഉണ്ടാവാറില്ല. ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിപ്പോൾ മിനിയേച്ചർ ആണെങ്കിലും നമ്മുടെ സാധാ ആന്തൂറിയം ആണെങ്കിൽ പോലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക. ഒരുപാട് സൂര്യപ്രകാശം കിട്ടുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോവുകയും ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഇതിന് ആവശ്യം ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ്. ആ സൺലൈറ്റിനനുസരിച്ച് നല്ലപോലെ പൂക്കൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് ആന്തൂറിയം ചെടികൾ എങ്ങനെ നടാമെന്ന് നോക്കാം. മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഈ ആന്തൂറിയം ചെടികൾക്ക്. അത് മാത്രമല്ല ഒരു ചെറിയ തൈ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ധാരാളം തൈകൾ ഇതിലുണ്ടാവുകയും ചെയ്യും. ഈ കാണുന്ന ചെടി ഞങ്ങൾ ഈ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു ചെടിയാണ്. അപ്പോൾ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനായിട്ടും നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് തൈകൾ ചെടിച്ചട്ടി നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് പൂക്കൾ ഉണ്ടാവുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മാറ്റി നടുമ്പോഴാണ് ധാരാളം പൂക്കൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാവുന്നത്. നമ്മൾ ഈ ചെടിയാണ് റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പതുക്കെ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം പഴയ റൂട്ട്സ് അതുപോലെ തന്നെ ഒരുപാട് നീളത്തിൽ പോയിരിക്കുന്ന റൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഓരോ തൈകളും നമുക്ക് സെപ്പറേറ്റ് ചെടിച്ചട്ടിയിൽ നടാവുന്നതാണ്. അപ്പോൾ ചെടിച്ചട്ടിയുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ചെടി നടുന്നത്. ഇപ്പോൾ ഈ ചെടിയുടെ തന്നെ റൂട്ടിൻ്റെ സൈഡിൽ കൂടെ കുഞ്ഞു തൈകളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേറെ പോട്ടിലേക്ക് നടാവുന്നതാണ്. ചില തൈകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ 2 എണ്ണം വെച്ച് വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നടാവുന്നതാണ്. ഇനി ഇത് കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ കിളിച്ച് വരുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എവിടെ നട്ട് കൊടുത്താലും ഈസി ആയിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ്. സോ നമ്മളിവിടെ ചെടി നടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തൊണ്ടിൻ്റെ ചെറിയ കഷ്ണങ്ങളാണ്. ഇത് കഴുകി ഉണക്കിയതാണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കരിക്കട്ടയും അതുപോലെ തന്നെ ചുടുകട്ടയുടെ കഷ്ണങ്ങളും ഓട്ടിൻ്റെ കഷ്ണങ്ങളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മണ്ണിൻ്റെ ആവശ്യമേ ഇല്ല ആന്തൂറിയം ചെടികൾ നടുന്നതിനായിട്ട്. ഇനി നമുക്ക് ചെടി നടാനുള്ള ചെടിച്ചട്ടിയിലേക്ക് ആദ്യമായിട്ട് ചുടുകട്ട കഷ്ണങ്ങളും അതുപോലെ തന്നെ ഓട്ടും കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കരിക്കട്ട ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ചെടിച്ചട്ടിയുടെ ഒരു പകുതിയോളം നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടി വെച്ച് കൊടുത്ത് അതിന് ചുറ്റും നമുക്ക് ബാക്കിയുള്ള ചുടുകട്ട കഷ്ണങ്ങളും അതുപോലെ തന്നെ തൊണ്ടും ഫില്ല് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചകിരിച്ചോറ് വേണമെങ്കിലും തൊണ്ടിന് പകരമായിട്ട് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ചെടിച്ചട്ടികളിൽ ധാരാളം ഡ്രെയിനേജ് ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചകിരിച്ചോറ് ഫില്ല് ചെയ്ത ഈ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഡ്രെയിനേജ് ഹോൾസ് വഴി ഈ ചകിരിച്ചോറ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചെടിച്ചട്ടിയുടെ അകത്ത് ഇതുപോലത്തെ ഷെയ്ഡ് നെറ്റ് ഇട്ട് കൊടുത്ത് പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാനിത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് 2 തൈകളിൽ മുട്ട വന്നിരുന്നു. അതിനെ 2 ചെടിച്ചട്ടിയിലാണ് നട്ടത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ചെറിയ തൈകൾ ഞാൻ മോൾക്ക് നടാനായിട്ട് കൊടുത്തു. അപ്പോൾ ചെറിയൊരു പോട്ടിൽ മോളും ആ പോട്ടിംഗ് മിക്സൊക്കെ ഫില്ല് ചെയ്ത് നട്ടു. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ചെടി നടാനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.